ഇതാരാ? പൊന്നച്ച സാറല്ലേ? അയ്യോ, ഇത് പൊന്നച്ച സാറ് തന്നെ. സാറിന് ഒരു മാറ്റവും ഇല്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞിലക്ഷ്മി. കുഞ്ഞിലക്ഷ്മിയാ? ഓ, ഈ സാറിന്റെ ഒരു കാര്യം. സാഗറിലെ കുഞ്ഞിലക്ഷ്മി. സാഗറ? പണ്ട് ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ച കാര്യമൊക്കെ മറന്നുപോയോ? സ്വർണ്ണ ചിറകുള്ള കിങ്ങിണി തത്തേ, നിനക്കൊരായിരം ചുംബനപ്പൂക്കൾ എന്നല്ലേ എനിക്ക് എഴുതി തന്നത്? കുഞ്ഞിലക്ഷ്മി എന്താ ഇവിടെ? ഞാനിവിടാ കൗണ്ടിയിലെ ഹെഡ് നേഴ്സാ. വന്നിട്ട് 15 വർഷമായില്ലേ? ഭർത്താവ്? ഓ, അതിപ്പോ ഇല്ല. ഞാൻ സിംഗിളാ. ഞാനും സിംഗിളാ. അപ്പോ അമ്മണി ടീച്ചറോ? PhD കൊച്ചമ്മണിയും ഇവിടത്തെ റിസർച്ചും എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല. ഓ, അല്ല, സാറെന്താ ഇവിടെ? ഞാനീ കാറ് വാഷ് ചെയ്യാൻ. അടിച്ചു പൊളിക്കാണല്ലേ? ഓ, ഡ്യൂട്ടിക്ക് സമയായി. ഞാൻ പോട്ടെ. ബൈ ബൈ. ബൈ. അല്ല, സാറിന്റെ നമ്പർ ഇങ്ങ് തന്നെ. എന്തിനാ? എനിക്ക് ഒത്തിരി പറയാനുണ്ട്. 7024513355. അത് മതി. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ ബൈ. അല്ല, എന്തുവായിരുന്നു ഇവിടെ ഇക്കിളി? എന്തത്? ജോണി, അവളെന്നെ മറന്നിട്ടില്ലടാ. ആര്? ആ പെയിന്റ് അടിച്ച തള്ളയാ? അത് തള്ളയല്ല, കുട്ടിയാ. ഞാൻ പഠിപ്പിച്ച കുട്ടി. അവളിവിടുത്തെ സിറ്റിസനാ. മാത്രല്ല അവള് സിംഗിളാ. ഓ, അതായിരുന്നു ആ ചുറ്റിക്കളി അല്ലേ? ഇനി അവൾ എന്നെ വിളിക്കും. ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ആയിരിക്കും. നീ പോവല്ലേടാ ജോണി? നിനക്ക് എന്തിനാടാ ഫോൺ? എനിക്കൊരു ഫോൺ വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല. ആ ഡോളറും കൂടി ഞാൻ പള്ളിയിൽ കൊണ്ട് നേർച്ചയിടും. കർത്താവ് തിരിച്ചു തരും. നേർച്ചയിട്? ആ, അതിന് നിനക്ക് പള്ളിന്ന് വല്ല വിചാരം ഉണ്ടടാ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആയിക്കോട്ടെ, അതിനെന്താ? ഇപ്പോഴും എപ്പോഴും ആയിക്കോട്ടെ. എടാ, വരാമെന്ന് പറയാൻ തുടങ്ങിട്ട് മാസം 1 ആയി. ഇന്ന് തന്നെ ഞാൻ വിടില്ല. കേറ് വണ്ടിയില്. അത് റോബി വേണ്ട, അവന്റെ പേര് നീ മിണ്ടണ്ട. എടാ, അറിഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞു. ഞാൻ അറിയാതെ നീ അങ്ങനെ നാട്ടിലോട്ട് മുങ്ങണ്ട. എന്റെ കർത്താവേ, അപ്പൊ അച്ഛനോട് നീ ഇതുവരെ പറഞ്ഞില്ലടാ? അച്ഛോ, അത് വേണ്ട. എടാ, മനുഷ്യനായ കുറെ നേരും നെറിയൊക്കെ വേണം. നീ ഇവിടെ വന്ന് മുങ്ങിയപ്പോ നിന്നെ നോക്കാൻ ഞാനല്ലാണ്ട മറ്റാരാ ഉണ്ടായിരുന്നേ? എടാ, ക്രിസ്മസിന് ഇനി എത്ര ദിവസമുണ്ട്? ചൊവ്വോട് ചൊവ്വ 8, പിന്നെ 16. അതിനു മുമ്പ് റെക്കോർഡിംഗ് തീർക്കണം. അച്ഛോ, എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. ഒന്നും ആയിട്ടില്ല. പിന്നെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. കളിപ്പാട്ടല്ലേ? ഒരു കൊച്ചിന് കളിക്കാൻ എത്ര കളിപ്പാട്ടം വേണോടാ? ആ, കടയിലൊക്കെ ഞാൻ കൊണ്ടുപോവാ. നീ വാ. ഇനി നിന്റെ താമസം എന്റെ കൂടെ. കേറ് കേറ്. എന്നാ ഞാനും വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? അല്ല, വീട് വഴിക്കല്ലേ പോണേ? അല്ല, ആ ഫോൺ തന്നിട്ട് പോടാ. ഇനി കുഞ്ഞിലക്ഷ്മി വിളിച്ചാ ഇവൻ എന്താണാവോ പറയാ? ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ? കരയാനും ചിരിക്കാനും ഒക്കെ എത്രയെത്ര രംഗങ്ങൾ. ചിലരൊക്കെ കയ്യടി വാങ്ങുന്നു, ചിലരെ കൂക്കി വിളിക്കുന്നു. എന്നാലും നാടകം വിജയിക്കണമെന്നാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത്. മടുക്കുമ്പോ സ്വയം കർട്ടനിട്ട് അവസാനിപ്പിക്കാൻ നോക്കണം. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ അതിനുള്ള തന്റെ ഇടം വേണം. ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ അത്? ഏയ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ സാർ? നമ്മള് പറഞ്ഞു വന്ന വിഷയം മാറണ്ട. മാറിയിട്ടില്ല. തെളിച്ചു പറഞ്ഞാൽ പുതിയ കഥയിലെ നായകൻ ജോണി തന്നെ. കല്യാണ സമയത്തെടുത്ത ഫോട്ടോയാ ഇത്. ഞാൻ സൂക്ഷിക്കാൻ തക്ക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് വിചാരിച്ചോ? പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നതിനിടയ്ക്ക് ഡെയ്സിയെ കെട്ടേണ്ടി വന്നു. അവൻ രജിസ്റ്റർ വിവാഹം കഴിക്കുമ്പോ ഡെയ്സി 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. വീട്ടുകാരും നാട്ടുകാരും പരിഹസിച്ചപ്പോ ഡെയ്സി അവിടെ വീട്ടിലാക്കി ഒരു മ്യൂസിക് ട്രൂപ്പിലൂടെ കയറി അവൻ ഇങ്ങി വന്നു. പിന്നീട് ഇവിടെ മുങ്ങി. ഡെയ്സി പ്രസവിച്ചപ്പോഴും അവനിവിടെ. കുട്ടിയെ കാണാൻ പോയ തിരിച്ചു വരാൻ പറ്റാത്തോണ്ട് അവൻ പോയില്ല. അവന്റെ മോള ഇപ്പൊ 5 വയസ്സ്. 5 കൊല്ലം സ്വന്തം കുഞ്ഞിനെ കാണാനാകാതെ കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടങ്ങളെ താലോലിച്ച് ജീവിക്കാന്ന് വെച്ചാ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ ജീവനൊടുക്കിയെന്നെ.
ഇതിനിടയ്ക്ക് അവനവന്റെ വീട് പുതുക്കപ്പെടുന്നു. ഇപ്പൊ അവൻ തിരിച്ചു പോവാ അവന്റെ പെണ്ണിനെ കാണാൻ. അവന് ഓമനിക്കാൻ കഴിയാതെ പോയ കുഞ്ഞുമോടെ താലോലിക്കാൻ. നീ ചെറുപ്പമാണെങ്കിലും നിന്റെ പെർസ്പെക്റ്റീവിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. താങ്ക് യു കണൽ. എല്ലാ ബന്ധങ്ങളും പട്ടാളച്ചിട്ടയിൽ കണ്ടിരുന്നവനാ ഞാൻ. അതുകൊണ്ട് ബന്ധുക്കളെന്ന് പറയാൻ ഇന്ന് ആരും ഇല്ലാതെ പോയി. പിന്നെ പണമാണ് എല്ലാത്തിനും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പണം കൊണ്ട് നേടാൻ പലതുമുണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചു. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കൂടെ ആരുമില്ല, സ്വന്തം ഭാര്യ പോലും. പണം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. കണൽ, എന്നിട്ടും ഗാംബിൾ ചെയ്യുന്നുണ്ടല്ലോ. പണത്തെ തോൽപ്പിച്ച് രസിക്കാനാ ഞാൻ ചൂത് കളിക്കുന്നത്, അല്ലാതെ ജയിക്കാനല്ല. പക്ഷേ 2 കളി തോൽക്കുമ്പോ 3-മത്തേത് ജയിക്കും. ഞാനും വിടില്ല, വീണ്ടും വീണ്ടും തോൽക്കാൻ വേണ്ടി കളിക്കും. ഇത് ഞാനും പണവും തമ്മിലുള്ള നിഗൂഢമായ ഒരു മത്സരമാണ്. എന്റെ മനസ്സിൽ അക്ഷരങ്ങളില്ല, കണക്കുകളേ ഉള്ളൂ. അതുകൊണ്ടാ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിന്നോട് എനിക്കിഷ്ടം. താങ്ക് യു കണൽ. യോണി, നീ പോയി കഴിഞ്ഞാൽ എന്റെ മൃദംഗത്തിന്റെ ഒരു ഇണയില്ലാതാകുള്ളൂടാ. വേണമെങ്കിൽ ഞാൻ ഈ വയലിന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം. എന്നാലും എനിക്ക് എന്റെ ഇണയല്ല ചുവലുത്. അതിരിക്കട്ടെ, സാമ്പത്തികമൊക്കെ ശരിയായോ? എല്ലാം റൂബിക്ക് അറിയൂ, അവനല്ലേ എന്റെ ബാങ്ക്. ആ ഒരു കാര്യത്തില് എനിക്ക് അവനെ വലിയ വിശ്വാസ. ചില്ലി കാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പള്ളിയുടെ പണം 7 കൊല്ലം കൈകാര്യം ചെയ്തവനാ. ഈ കഥയെഴുത്തിന്റെ ഭ്രാന്തില്ലായിരുന്നെങ്കിൽ അവന് ഇവിടുന്ന് പോകേണ്ടി വരില്ലായിരുന്നു. അനുഭവം തേണ്ടി തീരട്ടെ. അനുഭവിച്ചു കഴിയുമ്പോ തിരിച്ചു വരും. റൂബി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ. അവനില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഈ നാട്ടിൽ ചെന്ന ജീവിക്കാനുള്ള ഒരു ഏർപ്പാടൊക്കെ എങ്ങനെയാ? എല്ലാത്തിനും തികയൂ? പെങ്ങളുടെ കല്യാണ ചെലവും സ്ത്രീധനവും കൂടെ ഒരു 5. പിന്നെ വീട് വെച്ച വകയില് ഒരു ചെറിയ കടം ബാക്കിയുണ്ട്, ഒരു 1.5. മോടെ പേരില് ബാങ്കിൽ ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്യണം. ബാക്കി കയ്യിലെ ഒരു 8-10 കാണും. അത് മതിയച്ചോ. അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് കഴിയും. അമേരിക്കയിൽ വന്ന് ഡോളർ കുലുക്കിയിട്ടുകൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞു നടക്കുന്നവരില്ലേ, അവരെ കാണിക്കാനുള്ള പത്രാസൊന്നും എനിക്ക് വേണ്ട. ഹലോ. പെട്ടുവല്ലേ? ഞാൻ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് വരൂ. നീ ആ എയർ ടിക്കറ്റ് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യണേ. അത് ചെയ്യാം. ഞാനും ഇവിടെ പെട്ടിരിക്കുക. അതെ, ആരാ ജോണി? ഇങ്ങോട്ട് തന്നേ. മോനെ ജോണി, ഇത് ഞാനാ. എന്നെ ആരെങ്കിലും വിളിച്ചു അല്ലേ? ആ, കുഞ്ഞുലക്ഷ്മിയാ. അതെ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. മേരാ വിളിക്കരുതെന്ന്, ഇത് റോങ് നമ്പറാന്ന് പറഞ്ഞു. എന്താ കട്ടായോ? എല്ലാം കട്ടായടാ. അവനിങ്ങോട്ട് വരട്ടെ. അവനിന്ന് ഞാൻ വിഷം കലക്കി കൊടുക്കും. നാട്ടിലെ പാറ്റയെ പേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദാ ഇപ്പൊ ഇവിടുത്തെ കഞ്ഞിലും പാറ്റ. ദേ കണ്ടില്ലേ ഒരുത്തന്റെ സെന്റിമെന്റ്സ് അടുക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യന് കിടക്കാൻ ഇടയില്ലാത്തോടത്താ കളിപ്പാട്ടങ്ങളുടെ ഒരു ഗോഡൌൺ. പ്രൊഫസറെ, പരസ്യം വന്നിട്ടുണ്ട്. ഏത് പരസ്യം? ഞാൻ വായിക്കാം. സുന്ദരനും സൽസ്വഭാവിയും അരോഗദൃഢഗാത്രനും കാഴ്ചയിൽ കഷ്ടിച്ച് 30 വയസ്സ് തോന്നിക്കുന്ന 55 വയസ്സുള്ള ബഹുഭാഷാ പണ്ഡിതനായ പ്രൊഫസർക്ക് അമേരിക്കൻ പൗരത്വമുള്ള 20 വയസ്സിൽ കുറയാത്ത സുന്ദരിയായ യുവതിയെ വിവാഹത്തിന് ആവശ്യമുണ്ട്. മതവും ജാതിയും ബാധ്യതകളും പ്രശ്നമല്ല, ബന്ധപ്പെടുക. എന്നിട്ട് ജോണിയുടെ ഫോൺ നമ്പരും. കഷ്ടിച്ച് 30 വയസ്സേ. ബാക്കി ഞാൻ വന്നിട്ട്. നിനക്ക് 20 വേണ്ടത്? അതെ, അത് ഈ പെട്ടിയിലോട്ട് വെച്ചേര്. ഓക്കെ. ഇതുകൂടെ ആകുമ്പം 1. 1? അതെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വലിയ ഡീലാണെന്ന്.